ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനിവിടെ 2 ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരാളുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ, അതായത് ഫസ്റ്റ് പൈൽ. ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കൂളായിട്ടിരുന്ന ആ വ്യക്തിയെ മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പൈൽ, ഒന്നാമത്തെ പൈൽ. ഒന്നാമത്തെ പൈൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു സമയത്ത് ഭയങ്കരമായിട്ടും നിങ്ങളെ സ്നേഹിച്ച, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങളെ തൊട്ടും തലോടിയും കൊണ്ട് നടന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നീട് നോക്കി വന്ന സമയത്ത് എന്തൊക്കെയോ ഇഷ്യൂസ്, എന്തൊക്കെയോ തേർഡ് പാർട്ടി പ്രശ്നങ്ങൾ, എന്തൊക്കെയോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഈ വ്യക്തിയുടെ ഇടയിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലായിട്ടുള്ള എന്തൊക്കെയോ ഫ്രീഡംസ് നിങ്ങൾക്കില്ലാണ്ടായി. ഈ വ്യക്തിയുടെ ഇടയിൽ നിന്നും എന്തൊക്കെയോ പേഴ്സണലായിട്ടുള്ളൊരു ഫ്രീഡം, അതുപോലെ തന്നെ എന്തൊക്കെയോ ലോസ്, ഒരു പീസ് ഓഫ് ലോസ് നിങ്ങൾക്ക് നഷ്ടമായി. പിന്നീട് നിങ്ങൾ തമ്മിൽ സംഭവിക്കുന്ന നെഗറ്റീവാണ്. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം, ഒരു യുദ്ധം നടക്കുന്ന രീതിക്കുള്ള പ്രശ്നങ്ങൾ. മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിട്ട് ഫാമിലി ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഡിവൈൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തോ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ മേളിൽ ഉണ്ടാവുന്നൊരു പ്രശ്നം, അത് ഭയങ്കരമായിട്ടും വലിയൊരു പ്രശ്നം ഉണ്ടായി മാറുന്നൊരു സിറ്റുവേഷൻസ്, അതിന് നിങ്ങൾക്കൊരിക്കലും ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പോൾ അടുക്കുന്നില്ല. ഫാമിലി പരമായിട്ടാണെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരുമിച്ച് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. എന്തോ ഒരു ചെറിയ ഇഷ്യൂ മൂലമാണ് ഈ ഒരു ഇഷ്യൂസ് ഫുൾ ഉണ്ടാവുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് കൂടെ നിന്നവരും അതുപോലെ തന്നെ ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസുള്ള ആൾക്കാരൊന്നും ഇതിൽ ഇടപെടുന്നില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താ പറയുക, നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവുന്നില്ല എന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസിക നില ശരിയല്ല എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫ്രീഡം വേണമെന്നാണ് ആ വ്യക്തി ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു ടേക്ക് കെയർ, നിങ്ങൾക്കൊരു കെയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കെയർ ചെയ്യണം എന്ന ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് കുറച്ച് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ കുറച്ച് ഒറ്റയ്ക്ക് നിൽക്കേണ്ട സിറ്റുവേഷനിലായിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഭയങ്കരമായിട്ടും ഓടുന്നുണ്ട്, നിങ്ങൾ കുറേയധികം സ്ട്രെസ് ഉണ്ട്, നിങ്ങൾ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. മേ ബി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് കുറേയധികം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. നിങ്ങളുടെ മാനസികാവസ്ഥ ഭയങ്കരമായിട്ടും വലുതായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കയ്യിലായിരിക്കും ആ കുടുംബം ഫുള്ള് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം ഭയങ്കരമായിട്ടുള്ള, നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഉന്നത പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ, നിങ്ങളെല്ലാം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. കാരണം കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. ആ ഒരു പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ തലമണ്ടയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരാൻ വേണ്ടി നിൽക്കുന്ന സമയമായിട്ട് കാണുന്നില്ല. ബട്ട് എന്താ പറയുക, നിങ്ങൾ തമ്മിൽ ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കണം, മെറ്റീരിയൽ ലൈഫിൽ ഭയങ്കരമായിട്ടും പ്രോസ്പെരിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ തമ്മിലൊരു ബന്ധം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫിനാൻഷ്യൽ കൊടുക്കൽ വാങ്ങൽ ബന്ധമുണ്ടായിട്ട് കാണുന്നുണ്ട്. ഫയർ എനർജിയാണ്. രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ് പരമായാലും കരിയർ പരമായാലും, നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഫാമിലി റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മെറ്റീരിയൽ ലൈഫിൽ കുറേയധികം ലോസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രണ്ടുപേരും ലൈഫിൽ മെറ്റീരിയൽ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ലോസ് ഉള്ളതായിട്ടൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം ആ വ്യക്തി നിങ്ങളെ ഹോണസ്റ്റായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്, ഹോണസ്റ്റായിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. മേ ബി നിങ്ങളെ ചിന്തിക്കും പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചിന്തിക്കുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾ തന്നെ ആയിരിക്കാം മേ ബി കുറേയധികം നെഗറ്റീവ് ചിന്തിച്ച് കുറേയധികം പോകുന്നതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയം.
ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതായത് ഈ ഒരു വ്യക്തി, നിങ്ങൾ ആരെയാണോ മനസ്സിൽ കണ്ട ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു എംപ്രസ് കാർഡായിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ആത്മാർത്ഥത ചെലുത്തി നിങ്ങൾ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും എന്തൊക്കെയോ പ്രശ്നങ്ങൾ എടുത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തി വരാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നില്ല എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് ഇടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കുറേ അധികം ചിന്താഗതികൾ, ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള കുറേയധികം ഓർമ്മകൾ, കുറേയധികം മാനിഫെസ്റ്റേഷൻ, കുറേയധികം സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുറേയധികം പ്രശ്നങ്ങൾ, കുറേയധികം ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആവാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന എന്തെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു പോസിറ്റീവ് മൈൻഡിലൂടെ കടന്നു പോകുന്ന ഒരാളായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് ആ വ്യക്തി കരുതുന്നത്. നിങ്ങളുടെ ലൈഫിൽ കുറേയധികം പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നാണ് ആ വ്യക്തി വിചാരിച്ചിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ടുള്ള കളർഫുള്ളായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ഓപ്പർച്യൂണിറ്റീസും കളർഫുള്ളായിട്ടുള്ള ലൈഫ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് ഈ വ്യക്തി വിചാരിച്ചത്. കുറേയധികം ഇവൻറ്റ്സ്, അതുപോലെ തന്നെ കുറേയധികം പരിപാടികളൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ടും ചേഞ്ചായി. നിങ്ങളുടെ എബിലിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ സംസാരിക്കാതിരിക്കും തോറും ഈ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് ചേഞ്ചായി, ഈ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ആയിപ്പോയി എന്നൊക്കെയാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ രണ്ട് ഡിസിഷൻ എടുക്കാനും, അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാനും, 2 സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനും ഉള്ള സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി ഈ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, പിരിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത്. കാരണം കുറേയധികം ചേഞ്ചസ്, പെട്ടെന്നുണ്ടാകുന്ന കുറേയധികം ചേഞ്ചസ് നിങ്ങളുടെ രണ്ടുപേരും ലൈഫിൽ വരാനുള്ളൊരു ചാൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ആണെന്നെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ ഡിവൈനായിട്ട് നിങ്ങൾ രണ്ടുപേരും പിരിച്ചു നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം രണ്ടുപേരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ എബിലിറ്റീസ്, നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ലൈഫിലേക്ക് കാണിച്ചു തരാൻ പറ്റുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ്, സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേയധികം എമൗണ്ട് അല്ലെങ്കിൽ കുറേയധികം ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകും എന്നുള്ളതാണ് ഈ സമയത്ത് കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഓൾമോസ്റ്റ് നിങ്ങളടുത്തോട്ട് ഈ വ്യക്തി വരുന്ന സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുതരം മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആ വ്യക്തിക്കും അതുപോലെ തന്നെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. നിങ്ങളെ ആ വ്യക്തി ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും അകന്നു പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങൾ എംപത്തിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും പാഷനേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു എന്താ പറയുക, ഒരു സക്സസിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്തായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങളൊരു ഹാപ്പിനെസ് ആവുന്ന സമയത്തായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുന്ന സമയത്ത്, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കുന്ന സമയത്ത്, ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ പ്രത്യേക ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തായാലും വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളും ഉണ്ടാവുമെങ്കിൽ പോലും അതിൻ്റെ എൻഡ് ഓഫ് ദ ലാസ്റ്റ് സിറ്റുവേഷൻ ഭയങ്കരമായിട്ടുള്ള ട്രാജഡി, ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ റിലേഷനെ സംബന്ധിച്ച് മെയിൻലി വരുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസ്, ഒരു ഫോക്കസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല നിങ്ങളെ സംബന്ധിച്ച്. ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോക്കസ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ ഇല്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫോക്കസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഇല്ല. ഈ ഒരു എന്താ പറയുക,
നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് എന്താണ് വേണ്ടത്, എങ്ങോട്ടാണ് പോവേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാമെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള പ്ലാനില്ല. അതുകൊണ്ട് തന്നെ പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും, പാഷനേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വ്യക്തി എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനാണ്. ആ വ്യക്തിയുടെ കാര്യം നോക്കി പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഡൗൺ ഫെയിലർ ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ പരമായിട്ടും കുറേയധികം ബ്ലെസ്സിങ്സും കാര്യങ്ങളും ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ രണ്ടുപേരും ലൈഫിൽ എന്തൊക്കെ ഇവൻറ്റ്സും കാര്യങ്ങളും നടക്കുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈമിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ്സ് ആണ് നിങ്ങളുടെ രണ്ടുപേരും ലൈഫിലൊരു ന്യൂ ബിഗിനിങ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ പുതിയ കാര്യത്തിലോട്ട് കടക്കുക എന്നുള്ളതാണ്. പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങുക, പുതിയ പുതിയ ബിസിനസ് ഐഡിയാസ് തുടങ്ങുക, അതുപോലെ തന്നെ ഗുഡായിട്ടുള്ള ഫോർച്യൂൺസ്, ഗുഡായിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരിക. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രണ്ടുപേരും ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ രണ്ടുപേരും ലൈഫിലോട്ട് ഫോക്കസ് ആവുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സമയം ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, നിങ്ങൾ തമ്മിലുള്ളൊരു എക്സ്ചേഞ്ച് ഓഫർ ഇവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള എനർജി എക്സ്ചേഞ്ച് ആയിരിക്കാം, അല്ലെന്നുള്ള ഇമോഷൻസ് കണക്ഷൻസ് ആയിരിക്കാം, ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ രണ്ടുപേരും കരിയറിൽ ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുന്ന ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷൻസ്. മേ ബി നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയത്ത് കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻസിഡൻ്റായിട്ട് എന്തോ ഒരു സംഭവം, പെട്ടെന്നുണ്ടാകുന്നൊരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയോ ഭയങ്കരമായിട്ടും ഓപ്പർച്യൂണിറ്റി, കരിയർ സംബന്ധമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി ഈ സമയത്ത് നിങ്ങളിൽ നിന്നും കുറച്ചധികം പാലിച്ച് നിൽക്കാൻ ഉള്ള ടൈമായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളിലോട്ട് ഭയങ്കരമായിട്ടുള്ള എനർജി എക്സ്ചേഞ്ച് ഉണ്ടാകും, നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ടും ചേഞ്ച് ആവുന്നൊരു സമയമായിട്ടാണ് ഈ ടൈം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഭയങ്കരമായിട്ടും കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് എങ്കിൽ പോലും നിങ്ങളെ ആഗ്രഹിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാം. അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്, അതായത് രണ്ടാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. രണ്ടാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ ഈ ഒരു സമയത്ത് രണ്ടുപേരും ഒരു ബ്ലൈൻഡഡ് സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ, ഒരു കോംപ്രമൈസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. രണ്ടുപേരെ സംബന്ധിച്ചും ഒരു ഐഡിയാസ് ഇല്ല, ഇതെങ്ങോട്ടാണ് പോകുന്നത്. ഇതൊരു സ്പിരിച്വൽ കണക്ഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരെ സംബന്ധിച്ചും ഇതൊരു സ്പിരിച്വൽ കണക്ഷനായിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ രണ്ടുപേരും തമ്മിൽ സംതിങ് എന്തൊക്കെയോ ഫിഷ്യസ് ആയിട്ടുള്ളൊരു സോൾമേറ്റ് കണക്ഷൻസ്, അതുപോലെ തന്നെ ഒരു ടിൻ ഫ്ലെയിം ജേണി, ഒരു കാർമിക് കളക്ഷൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. ബട്ട് ഒരാൾ ഫയർ എനർജി ആണെന്നുണ്ടെങ്കിൽ ഒരാളൊരു വാട്ടർ സൈൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. രണ്ടും രണ്ട് ഗണത്തിൽപ്പെട്ട ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് ഡിവൈൻ കണക്ഷനായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നൊരു റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡിവൈനെ തന്നെ സത്യം പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. റിലേഷൻഷിപ്പ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ടും സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും കുറച്ചധികം എന്താ പറയുക ഡിവൈൻ കണക്ഷനുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് സിറ്റുവേഷനിലായിട്ടാണ് ആൾ ചിന്തിക്കുന്നത്. കാരണം നിങ്ങളടുത്തോട്ട് വരണം എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നിങ്ങളടുത്തോട്ട് വരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കണം. എന്തൊക്കെയോ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയുടെ ഈഗോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾ, ആ വ്യക്തിയുടെ ഇമോഷൻസ് അതിന് സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഇപ്പോൾ നിൽക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായൊരു നെഗറ്റീവ് സിറ്റുവേഷൻ, ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകും, ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സിറ്റുവേഷനാണ്. കരിയർ പരമായിട്ട് വലിയ സക്സസ് ഇല്ല, ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ടാണ് കാണിക്കുന്നത്. അയാൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ ഒരു ജോലിയിൽ ഭയങ്കരമായിട്ടും സക്സസ് ഇല്ലാത്തൊരു സമയമായിട്ടാണ് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്ത് കാര്യത്തിലാണോ ആൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ ആളുടെ ലൈഫിൽ നിന്നും എടുത്തു കളയാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതൊന്നും എടുത്തു കളയാണ്ടിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു കാണാൻ പറ്റുന്നത്. ഒരു സെൽഫ് കൺട്രോളിലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു സമയത്തായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇമോഷണൽ ഇംബാലൻസ് ഇല്ല, അതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ വ്യക്തിക്ക് ഒട്ടും ക്ഷമയില്ല, ഒട്ടും ബാലൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്.
നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു ബ്ലൈൻഡഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളും കടന്നു പോകുന്നത് എന്നുള്ളതാണ് ആൾ ചിന്തിക്കുന്നത്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു കോംപ്രമൈസിന് റെഡിയാവും, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് സക്സസ്സിൽ നിൽക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് ഭയങ്കര സെൽഫ് കൺട്രോളുള്ള വ്യക്തികളാണ്, എന്താ പറയുക, എക്സ്ട്രീമിലി ഭയങ്കരമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിവുള്ള വ്യക്തികളായിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ ബാലൻസ്ഡ് സിറ്റുവേഷനിലാണ് പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ആൾക്കാരുണ്ട്, ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെയാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഡിസേർവ് ആവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് ഭയങ്കര സക്സസ്ഫുള്ളാണ് എന്നൊക്കെയാണ് ഈ വ്യക്തി ഈ സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഫയൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു കാര്യം എന്തെന്ന് പറയുമ്പോഴത്തേക്കും, ഒന്നാമത്തെ കാര്യം, ആ വ്യക്തി വിചാരിക്കുന്നൊരു സമയം എന്തായാലും ഗോ ടു ദ ഫ്ലോയിൽ പോകട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നോക്കി പോകട്ടെ. കാരണം ഈ നിങ്ങളുടെ ലൈഫിൽ ഇനി അവർ കയറി ഇടപെടണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കുറേയധികം ചലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കുറേയധികം ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര പവർഫുള്ളാണ്, നിങ്ങൾ ഭയങ്കര ഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അത് അതിജീവിക്കും, എത്ര വലിയ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് അതിജീവിക്കാൻ കെൽപ്പുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്ത് യുദ്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാലും അതെല്ലാം നിങ്ങൾ ഭയങ്കരമായിട്ട് തരണം ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മെൻ്റൽ കോൺഫ്ലിക്റ്റും ചലഞ്ചസും എല്ലാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ പവർ ഉപയോഗിച്ച് നിങ്ങളത് കൈക്കലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആലോചിച്ച് ഈ വ്യക്തി ഭയങ്കരമായിട്ടും കോൺഫ്ലിക്റ്റ് അടിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ മാത്രമാണ് സക്സസ് ഉള്ളത്, ഈ വ്യക്തിയുടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒട്ടും ഒരു സക്സസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഗോ വിത്ത് ദ ഫ്ലോയിൽ അങ്ങ് പോവാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെന്നാണ് ഈ വ്യക്തി വിചാരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ വ്യക്തിക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ടേക്ക് കെയർ ആക്കി വെച്ചേക്കുന്നത്. നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോകും എന്ന് ഈ വ്യക്തിക്ക് വ്യക്തമായിട്ടറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിവൈൻ പവറുണ്ട്, ഡിവൈൻ ശക്തിയുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണാൻ പറ്റും, ഒരു സ്പിരിച്വൽ വ്യക്തി. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു മെഡിറ്റേഷൻ, യോഗ അതെല്ലാം അറിയാൻ പറ്റുന്ന, നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു സ്റ്റേബിളായി നിൽക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡി, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജി ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് ചലഞ്ചസ് വന്നാലും നിങ്ങൾ ആ ഒരു പവർ ഉപയോഗിച്ച് നിങ്ങളത് ആ ഒരു യുദ്ധം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾ പരിഹരിക്കാൻ കെൽപ്പുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടി കാണുന്നില്ല. ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനാണെന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, നിങ്ങൾക്ക് കുറേയധികം ഇഷ്യൂസ് ഉണ്ട്, കുറേയധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ അറിയാം എന്നാണ് ആ വ്യക്തി വിചാരിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഫയൽ, ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഈഗോ നിങ്ങളടുത്തുണ്ട്. കാരണം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും കംഫർട്ടാണ്, നിങ്ങൾ ഭയങ്കര സ്റ്റേബിളായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്ത് പ്രശ്നം വന്നാലും നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും അത് നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള കെൽപ്പുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എന്ത് ട്രാപ്പിൽ ചെന്ന് പെട്ടാൽ ഈ വ്യക്തിയായിരിക്കും ട്രാപ്പിൽ ചെന്ന് പെടുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ആൾ വിചാരിക്കുന്നത് ഒരു ട്രാപ്പായി പോയി, എന്തൊരു ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷൻസാണ് എന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊരു ട്രാപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി തരുന്നില്ല. അയാളുടെ കരിയർ പരമായിട്ടായാലും അയാളുടെ ലൈഫിലായാലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ ചോയ്സ് എന്ന് പറയുന്നത് നമ്പർ 1 നിങ്ങൾ തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ വ്യക്തി നിങ്ങളെ ആ വ്യക്തിയുടെ പാത്തിലോട്ട് അടുപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളിൽ ഭയങ്കര അഡിക്ഷൻ ആയിട്ടുള്ള സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ ഹാബിറ്റ്സ്, കാര്യങ്ങളും എല്ലാം, ഈ വ്യക്തിയുടെ ക്യാരക്ടർ എല്ലാം നിങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷം ഈ വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അഡിഷൻസ് എല്ലാം നിങ്ങളായി മാറി എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഈ വ്യക്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തിയുടെ ക്യാരക്ടർ, ഈ വ്യക്തിയുടെ സ്വഭാവമൊക്കെ ഭയങ്കരമായിട്ടും ഹൈ ആയിട്ട് മാറുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവണം, നിങ്ങൾ വഴി ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആവണം എന്നൊക്കെയുള്ളതായിട്ടാണ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. ബട്ട് ഈ വ്യക്തി എന്തൊക്കെയോ ഒരു തടങ്കലിൽ പെട്ടൊരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണ് എന്നിവിടെ കാണാൻ പറ്റും. കാരണം എന്തൊക്കെയൊരു ഈഗോ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കരിയർ പരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിൽ ഇയാൾ ഭയങ്കരമായിട്ട് ഡൗൺ സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലോട്ട് കടന്ന് ചെല്ലണം എന്ന് ആ വ്യക്തി ഭയങ്കരമായിട്ടും ആഗ്രഹിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ആ വ്യക്തി നിങ്ങളിൽ ഭയങ്കരമായിട്ടും അഡിക്ഷനാണ് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്.
ഒരു ഇല്യൂഷൻസ് ആ വ്യക്തിയുടെ ലൈഫിൽസ് കുറേയധികം ഈഗോ ഇല്യൂഷൻസ് വരുന്നത് കൊണ്ട് തന്നെ കുറേയധികം ചിന്തകളും കുറേയധികം നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളും ആ വ്യക്തി ഓവറായിട്ട് ചിന്തിച്ച് വയ്ക്കുന്നു എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ വ്യക്തിയുടെ ലൈഫിലോട്ട് ചെല്ലും എന്നാണ് ആ വ്യക്തി വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുന്ന സമയത്ത് അതിനൊരു റെസ്പോൺസ് ഉണ്ടാകും എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത്. നിങ്ങളെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വ്യക്തി. ഫിസിക്കൽ പരമായിട്ടും ഉള്ളൊരു അട്രാക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കണം എന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഡീപ്പായിട്ടുള്ളൊരു ക്രൈയിങ് അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ളൊരു വിഷമം ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് പറയാനുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ കുറേ നേരം സംസാരിച്ച് കാര്യങ്ങൾ ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ തീർത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് റിട്ടേൺ വരണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി ഒന്നും ക്ഷമിക്കാൻ തയ്യാറല്ല എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ കരിയർ പരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും ബാധിച്ച് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആവുന്നുണ്ട്. എന്തിനാണ് നിങ്ങളെയും കൂടെ കൊണ്ടുവന്ന് അതിൽ പെടുത്തുന്നത് എന്നുള്ള ചിന്തകളും ആ വ്യക്തിയുടെ ലൈഫിലുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് നിങ്ങളിലുണ്ടാവുന്നുണ്ട്. അതായത് ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു ദീർഘവീക്ഷണം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് വ്യക്തമായിട്ടറിയാം. ഈ ലോകത്ത് ഈ വ്യക്തിയെക്കാളും നിങ്ങളെ അറിയാൻ വേറൊരു വ്യക്തിക്ക് ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽ ആ വ്യക്തിക്ക് അറിയാം. നിങ്ങൾ എങ്ങോട്ട് പോകും, നിങ്ങളെന്താണ് ചെയ്യുന്നത്, നിങ്ങളെ എന്ത് സംസാരിക്കും, എന്താണ് ചിന്തിക്കുന്നത് എന്ന് വരെ അറിയാൻ പറ്റുന്നൊരു ക്യാരക്ടറായിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെക്കുറിച്ച് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങോട്ട് പോയാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഈ വ്യക്തിയുടെ തടങ്കലിലായി പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഡീപ്പായിട്ടുള്ള ലവ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ഫ്രണ്ടായാലും ഫാമിലി ആയാലും എന്ത് സിറ്റുവേഷനിലായി കഴിഞ്ഞാലും നിങ്ങളായിട്ടുള്ള ഭയങ്കരമായിട്ടും ഡീപ്പിലുള്ളൊരു കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് മാറുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ ഭയങ്കര ഒരു വലിയൊരു സന്തോഷം ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് ആ വ്യക്തി കാണിക്കുന്നില്ലായിരിക്കും, ബട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയോ ഈ സമയത്ത് ഈ വ്യക്തി റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തൊക്കെയോ റിലീസ് ചെയ്ത് കളയുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയോ എൻഡ് ആവുന്നുണ്ട്. എന്തൊക്കെയോ കാർമിക് പരമായിട്ടുള്ള സിറ്റുവേഷൻസ്, എന്തൊക്കെയോ റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം എൻഡ് ആയതിനു ശേഷം പുതിയൊരു ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നു. പുതിയൊരു സ്പിരിച്വൽ പാത്ത്, പുതിയൊരു സ്പിരിച്വൽ ഇൻഫർമേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാണ്ടിരിക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും പ്രയത്നിക്കുക. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു പുതിയൊരു ബിഗിനിങ്സിലോട്ട് ലീഡ് ചെയ്യുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻസും എന്തൊക്കെയോ റിലീസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു കോൺടാക്ട് സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടും ഡീപ്പിലി ഒരു എന്താ പറയുക ഒരു അബണ്ടൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ആൾക്കാർ റീഡിങ്. അപ്പോൾ ഇതിന് പുറമെ ആൾക്കാർ പേഴ്സണലി താല്പര്യമുണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, ടാറ്റ.